സാറേ, എൻ്റെ എൻ്റെ മോളെ കാണാനില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുവാൻ നേരമായിരുന്നു. ഒരു 50 വയസ്സിനോടടുത്ത് ഒരു ഉപ്പ സ്റ്റേഷനിലേക്ക് ചെരുപ്പ് പോലും ധരിക്കാതെ പെരും മഴ പെയ്യുന്ന നേരത്ത് ഓടിപ്പിടഞ്ഞു വന്നത്. സമയം രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തേക്കാ, നിങ്ങളുടെ മോളെ എവിടെ പോയിന്നാ? നിങ്ങൾ വീട് മുഴുവൻ നോക്കിയോ? അവൾ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും? അദ്ദേഹത്തിൻ്റെ ടെൻഷൻ കണ്ട് നാവിൽ വന്ന ചോദ്യങ്ങൾ മുഴുവൻ ഉത്തരം നൽകാൻ പോലും കഴിയുമോ എന്നറിയാതെ ഞാൻ അയാളോട് ചോദിച്ചു. പുറത്തുനിന്ന് ശബ്ദം കേട്ട് സഹപ്രവർത്തകർ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി ഞങ്ങളുടെ ചുറ്റിലും നിരന്നിരുന്നു. ആ സമയം കൊണ്ട് തന്നെ. എനിക്കറിയില്ല സാറേ, ഞങ്ങൾക്കങ്ങനെ പോകാനുള്ള ബന്ധുക്കളൊന്നും ഈ നാട്ടിലില്ല സാറേ. അവൾ രാവിലെ സ്കൂളിലേക്ക് പോയതാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലെ കുഞ്ഞു പലഹാരപ്പൊതി കാത്ത് വഴിയിൽ കണ്ണുമായി കാത്തു നിൽക്കാറുള്ളതാണ് എൻ്റെ പൊന്നുമോള്. പക്ഷേ ഇന്ന് സാറേ, എനിക്ക് പേടിയാവുന്നുണ്ട്. എൻ്റെ മോള്, അവൾക്ക്... അയാളുടെ ശബ്ദം പോലും പതറി. സംസാരത്തിൽ വിക്ക് വന്നതുപോലെ തപ്പിത്തടഞ്ഞു. എൻ്റെ നേരെ കൂപ്പുന്ന കൈകൾ കിടുകിടാ വിറച്ചുകൊണ്ട് കണ്ണിൽ നിറഞ്ഞു തുളുമ്പാൻ വെമ്പുന്ന കണ്ണുനീരോടെ എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയുമെന്ന് അറിയാതെ ഞാൻ നിന്നു. എൻ്റെ സഹപ്രവർത്തകരും. നിങ്ങൾക്കെന്നെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ രാജേഷ്, SI ആണ്. നേരത്തെ പറഞ്ഞ കഥയിലെ പോലെ തന്നെ സ്റ്റേഷൻ ഏതാണെന്ന് ഞാൻ ഈ കഥയിലും പറയുന്നില്ല. വർഷം 2010. ജൂൺ മാസത്തിലെ പെരുമഴ തുള്ളിക്കൊരുകുടം കണക്കി ഭൂമിയെ തൊട്ട് തലോടി തകർത്ത് പെയ്യുന്നുണ്ട്. മഴവെള്ളം നീർച്ചാലുകളായി സ്റ്റേഷൻ്റെ മുറ്റത്തുകൂടെ ഒഴുകുന്നുണ്ട്. ആ മഴയേക്കാൾ ശക്തമായ അന്നേരം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നെഞ്ചുമിടിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ഒരു പെൺകുട്ടിയാണ് കാണാതെ ആയിരിക്കുന്നത്. എന്തു പറഞ്ഞ് അയാളെ സമാധാനപ്പെടുത്തും? ഇക്ക, നിങ്ങളുടെ പേരെന്താണ്? എവിടെ വീട്? മൂപ്പരെ തൊട്ടടുത്തുള്ള ബെഞ്ചിലേക്കിരുത്തി ഞാൻ സമാധാനപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. ഇക്കയുടെ പേര് റിയാസ് എന്നാണെന്നും കൂടെ സ്ഥലം പറഞ്ഞപ്പോൾ തന്നെ 2 പേര് ബൈക്കെടുത്ത് അങ്ങോട്ട് വിട്ടു. കനത്ത മഴ പോലും വകവയ്ക്കാതെ കോട്ടണിഞ്ഞ് അവർ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി. അടുത്തുള്ള സ്റ്റേഷനിലേക്കും കൺട്രോൾ റൂമിലേക്കും ആ സമയം കൊണ്ട് തന്നെ മെസ്സേജ് പാഞ്ഞിരുന്നു. സാറേ, എൻ്റെ മോള് സ്കൂളിലേക്ക് പോവുക വരിക എന്നല്ലാതെ ഒറ്റയ്ക്ക് എവിടെയും പോകാത്തതാണ്. കൂട്ടുകാരികളുടെ വീട്ടിൽ പോലും നിൽക്കാറില്ല. ഇനി അയൽ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നും അങ്ങനെ വീടൊന്നും ഇല്ല സാറേ. ഞാൻ വരുന്നത് വരെ വീട്ടിൽ തന്നെ ഇരിക്കാറാണ് പതിവ്. ഇന്ന് എന്തായാലും തീർക്കേണ്ട ഒരു ജോലി ഉണ്ടായപ്പോൾ കുറച്ചു നേരം വൈകിയതാണ് ഞാൻ. മഴ പെയ്തിട്ടും എവിടെയെങ്കിലും കയറി നിൽക്കാതെ ഓടുകയായിരുന്നു ഞാൻ. അവൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ സാറേ. ഓളെ പ്രസവിച്ചപ്പോൾ തന്നെ അവളുടെ ഉമ്മ പോയതാണ് സാറേ പടച്ചോൻ്റെ അടുത്തേക്ക്. പിന്നെ അവളെ നോക്കിയതും വളർത്തിയതും ഒക്കെ ഞാൻ മാത്രമാണ്. എനിക്ക് അവളല്ലാതെ ആരുമില്ല. എനിക്കെൻ്റെ മോളെ സാർ എങ്ങനെയും കണ്ടെത്തി തരണം. അയാൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. ഒരൊറ്റ നിമിഷം കൊണ്ട് അയാളുടെ മുഖം മാറി മറ്റൊരു ഭാവത്തിലേക്ക്. അവളുടെ ഉമ്മയുടെ തനി പകർപ്പാണ് സാറേ. ഒരുപാട് കാലം കാത്തിരുന്ന് എനിക്ക് 40 വയസ്സിനോടടുത്തപ്പോഴാണ് എൻ്റെ 38-കാരി കുൽസുവിൽ എൻ്റെ ജീവൻ മുളപൊട്ടി വിരിഞ്ഞു തുടങ്ങിയത്. അന്നവളോട് കാണിക്കാൻ ചെന്ന ഡോക്ടർ പഠിച്ച കുറി പലവട്ടം പറഞ്ഞതാ, ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ മകൾ, ഒരുപക്ഷെ 2 പേരെയും പടച്ചോൻ കൊണ്ടുപോകാം. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു, വേണ്ട കുൽസു, നമുക്കിനി ഒരാൾ വേണ്ടെന്ന്. എനിക്ക് നീയും നിനക്ക് ഞാനും മതിയെന്ന്. പക്ഷേ ഓൾ ആര് പറഞ്ഞാലും കേൾക്കൂലായിരുന്നു. നല്ല വാശിയുള്ള കൂട്ടത്തിലാ. എൻ്റെ വയറ്റിൽ ആദ്യമായി മുളപൊട്ടിയ ജീവനെ ഇക്കാൻ്റെ കയ്യിൽ തന്നിട്ടേ ഞാൻ പോകൂ എന്നായിരുന്നു അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞത് ശരിയായി. ഓളെനിക്ക് പൊന്നുംകൂടം പോലുള്ള ഒരു മൊഞ്ചത്തെ തന്നു. എന്നോടൊരു യാത്രയോ മോളെ ഒരു നോക്ക് കാണുകയോ ചെയ്യാതെ പടച്ചോൻ്റെ അടുത്തേക്ക് പോയി. അന്ന് മുതൽ എനിക്ക് അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ സ്വന്തമായി. എൻ്റെ ജീവനാണ് സാറേ അവൾ. എനിക്കവളെ വേണം. എൻ്റെ മോളെ എനിക്ക് വേണം സാറേ. പുറത്തു പെയ്യുന്ന മഴയേക്കാൾ ശക്തമായി അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. സുർമിമോളെ, ഉപ്പാൻ്റെ പൊന്നുമോളെ, നീ എവിടെയാണ്? ഉപ്പാക്ക് നീ കൂടെയില്ലാതെ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്. അയാൾ വീണ്ടും എന്തൊക്കെയോ പിച്ചും പൊഴിയും പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് 1-2 വട്ടം കനത്ത മഴ വകവയ്ക്കാതെ മുറ്റത്തേക്കിറങ്ങി പോകുവാനായി ശ്രമിച്ചെങ്കിലും അയാളെ ശ്രദ്ധിക്കുവാനായി കൂടെയുള്ള 2 പേരെ ഏൽപ്പിച്ച് അയാളുടെ വീട്ടിലേക്ക് പോയ 2 പേരെ ഞാൻ വിളിച്ചു. സാർ, എന്തെങ്കിലും വിവരമുണ്ടോ? ഫോൺ എടുത്ത് അവരോട് ഞാൻ ചോദിച്ചു. സാർ ഇവിടെ. തിരഞ്ഞു പോയവരുടെ വാക്കുകളിൽ എന്തോ പതർച്ച ഉള്ളതുപോലെ എനിക്ക് തോന്നി. എൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ കടന്നുപോയി. കേൾക്കാനും കാണാനും പാടില്ലാത്ത പലതും കണ്ടു തുടങ്ങിയ സമയമായിരുന്നു അത്. അയാൾ തന്നെ അയാളുടെ മകളെ എന്തേലും ചെയ്തു പരിഭ്രാന്തിയിൽ സ്റ്റേഷനിൽ കീഴടങ്ങാൻ വന്നതാണോ? ജോസഫ്, എന്താണോ നിങ്ങൾ പറയുന്നത്? സാർ, ഇവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു മൺകൂന മാത്രമാണ് സാറേ കാണുന്നത്. അയാളുടെ വീടും പറമ്പും മണ്ണിനടിയിലാണ് സാർ. അതും മണ്ണപ്പാടെ മറിച്ചതുപോലെ. കുറച്ച് ഓടിട്ട ഭാഗമല്ലാതെ എല്ലാം മണ്ണിൽ പുതഞ്ഞു പോയിരിക്കുന്നു.
അവർ പറഞ്ഞത് കേട്ടപ്പോൾ കേട്ട പാതി ഞാനും കുറച്ചുപേരും ജീപ്പെടുത്തിറങ്ങി. കൂടെയുള്ള ആളെയും വണ്ടിയിൽ കയറ്റി. വണ്ടിയിലേക്ക് കയറ്റുന്നതിനിടയിലും അയാൾ ചോദിച്ചു, സാറേ, എൻ്റെ മോളെ കിട്ടിയോ? കനത്ത മഴയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ വീട് ഉരുൾപൊട്ടിയപ്പോൾ മണ്ണിനടിയിൽ പോയത് കണ്ട ഷോക്കിലായിരിക്കാം അയാൾ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നി. അയാളുടെ മകൾ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എന്നോടാരോ പറയുന്നത് പോലെ. ജീപ്പ് 100 പറപ്പിക്കുകയായിരുന്നു ഞാൻ ആ സമയം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്കെത്തി. മഴ കനത്തിൽ തന്നെ പെയ്യുന്നുണ്ടെങ്കിലും അയാൾ സ്റ്റേഷനിലേക്ക് വരുന്നതിനും കുറേ നേരം മുമ്പ് തന്നെ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി. ഉരുൾ പൊട്ടിയതിൻ്റെ ബാക്കി പത്രം പോലെ മണ്ണിനടിയിൽ നിന്നും ചെളി നിറഞ്ഞ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. സാറേ, എൻ്റെ മോൾ അതിനുള്ളിലാണ്. പെട്ടെന്നായിരുന്നു അയാൾക്ക് അയാളുടെ ഓർമ്മ തിരികെ കിട്ടിയതെന്ന് തോന്നുന്നു. അയാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി മണ്ണിനടിയിലായ സ്വന്തം വീടിനടുത്തേക്ക് ഓടുവാനായി തുടങ്ങി. ഇനിയും ഉരുൾ പൊട്ടുമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് തന്നെ അയാളെ കൂടെ ഉണ്ടായിരുന്നവർ ബലമായി തന്നെ പിടിച്ചു നിർത്തി. സാറേ, എൻ്റെ മോള്. അയാൾ എന്നെ ദയനീയമായി നോക്കി പതിയെ ചുണ്ട് ചലിപ്പിച്ചു. ഫയർ സ്റ്റേഷനിലേക്ക് വിവരം കൊടുത്തിട്ടുണ്ടെങ്കിലും കനത്ത മഴയിൽ പലയിടത്തും ഉണ്ടായ ഓരോ അത്യാഹിതങ്ങൾ കാരണം അവർ ഇവിടെ എത്താൻ ഇനിയും 2-3 മണിക്കൂർ വേണമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു രക്ഷാപ്രവർത്തനം സ്വയം ഏറ്റെടുക്കാൻ എൻ്റെ ടീം റെഡിയായത്. മഴ സ്വല്പം കുറഞ്ഞു നിന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു അനുഗ്രഹമായിരുന്നു. നമ്മൾ വൈകിക്കുന്ന ഓരോ മിനിറ്റും അതിനുള്ളിൽ ആ ഉപ്പയുടെ ജീവനുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ സമയം അല്ലെങ്കിൽ തന്നെ ഓരോ കാരണങ്ങൾ കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഒട്ടും അമാന്തിക്കാതെ ഞങ്ങൾ 3 പേര് മുന്നോട്ടിറങ്ങി. ബാക്കിയുള്ളവർ പുറത്തുണ്ടാവുന്ന ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പുറത്തും. മരങ്ങളും കല്ലുകളും ഉരുണ്ടുകൂടിയിട്ടുണ്ടെങ്കിലും ആ വീടിൻ്റെ മേൽക്കൂര കാണുന്നിടത്തേക്ക് ഞങ്ങളെത്തി. കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ലിവർ കൊണ്ട് 4-5 ഓടുകൾ ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചു. വീടിനുള്ളിൽ മണ്ണ് വന്ന് നിറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ലെങ്കിലും കയ്യിലുള്ള ടോർച്ചെടുത്ത് കവുക്കോലിൽ ബലം കൊടുക്കാതെ ചവിട്ടി ഞാൻ ഉള്ളിലേക്കിറങ്ങി. മണ്ണ് വീണ്ടും ഇളകുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു ആ വീടിനുള്ളിൽ. ഇനിയും ഉരുൾ പൊട്ടാൻ സാധ്യതയുള്ളതുപോലെ. ഒരുപക്ഷെ ഇനിയും ഉരുൾ പൊട്ടിയാൽ ആ വീട് പോലും കാണാൻ കഴിയില്ല. കൂടെ ഞങ്ങൾ 3 പേരെയും. ഇറങ്ങുന്നത് തന്നെ ഒരു വിശാലമായ മുറിയിലേക്കായിരുന്നു. അതാ വീടിൻ്റെ ഡൈനിങ് ഹാളായിരുന്നു. പക്ഷേ മറ്റു മുറികൾ മുഴുവൻ മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇക്കയുടെ മകൾ എവിടെയാണെന്നറിയാതെ ഞാൻ കുഴങ്ങി. ഞാൻ 4 ഭാഗവും ടോർച്ചടിച്ച് നോക്കുവാൻ തുടങ്ങി, അവളുടെ പേര് വിളിച്ചുകൊണ്ട്. രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന എൻ്റെ പ്രതീക്ഷ മനസ്സിനുള്ളിൽ നിന്നും പതിയെ ഇറങ്ങിത്തുടങ്ങിയതുപോലെ. 4 ഭാഗത്തേക്കും പോകുവാൻ വീടിനുള്ളിൽ നിറഞ്ഞ മണ്ണും കല്ലും തടസ്സമായിരുന്നു. കൂടെ എപ്പോഴും കൂടുതൽ മണ്ണ് ഊർന്നിറങ്ങാൻ സാധ്യതയുള്ള സമയവും. പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. ഇനി അവളെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന തിരിച്ചറിവോടെ മുകളിലേക്ക് തന്നെ തിരികെ കയറാൻ നേരത്തായിരുന്നു ആരുടെയോ ശ്വാസം വലിച്ചു വിടുന്നത് പോലെയുള്ള ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ നിൽക്കുന്ന മതിലിൻ്റെ തൊട്ടപ്പുറത്ത് ഒരിറ്റി ശ്വാസത്തിനെന്ന പോലെ പിടയുന്ന ഒരു മനുഷ്യജീവൻ. ഈശ്വര, ജോസഫേ, കുട്ടി ഇവിടെയുണ്ടെന്ന് തോന്നണോ? നീ ആ വിക്കാസിങ്ങടുത്തെ. കുട്ടി അവിടെ ഉണ്ടെന്ന് കേട്ട് മുകളിലുണ്ടായിരുന്ന 2 പേരും താഴോട്ടിറങ്ങി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. മുകളിൽ കുമിഞ്ഞുകൂടിയ മണ്ണ് തലയിലേക്ക് വീഴുമെന്നും അത് മുഴുവൻ വീണാൽ ഞങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത ലവലേശം പോലും മനസ്സിലെനിക്ക് വരാതെ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരു ദ്വാരം ഉണ്ടാക്കി. അതിനുള്ളിലൂടെ ഞാൻ നോക്കിയപ്പോൾ കണ്ടു 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോൾ. ഒരു കുഞ്ഞു പലകയുടെ മറവിൽ മുകളിലുള്ള മണൽ മുഴുവൻ തടഞ്ഞു നിർത്തി ജീവൻ നിലനിർത്താൻ നോക്കുന്നത്. എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ ചോദിച്ചു, എൻ്റെ ഉപ്പാക്കൊന്നും സംഭവിച്ചിട്ടില്ല മോളെ, ഉപ്പ പുറത്തുണ്ട്, ഒന്നില്ല കേട്ടോ. അവളെ ഞാൻ കൈകളിലേക്ക് കോരിയെടുത്തു. എൻ്റെ കൈക്കുള്ളിൽ അവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നു. ശരീരത്തിൽ എവിടെയും പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് ഞങ്ങൾ വേഗത്തിൽ മുകളിലേക്ക് കയറി. അവളെയും കൊണ്ട് മുകളിലെത്തി ജീപ്പിനടുത്തേക്ക് നടക്കുന്ന സമയം തന്നെ നേരത്തെ പെയ്തതിനേക്കാൾ ശക്തമായ മഴ പെയ്തു തുടങ്ങിയിരുന്നു. അവളെ ഞങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ആ ഉപ്പ ജീപ്പിൽ നിന്നും ഇറങ്ങി ഓടി വന്നു. അയാളെ കണ്ട് മോളും അയാളുടെ അടുത്തേക്ക് ഓടുവാൻ തുടങ്ങി. അയാൾ ഓടി വരുന്ന വഴിയിൽ ഒന്ന് വീണു പോയെങ്കിലും അയാളുടെ അടുത്തേക്ക് ആ സമയം കൊണ്ട് അയാളുടെ സുറുമി എത്തിയിരുന്നു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ കണ്ടുനിന്ന ഞങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. വീട് മുഴുവൻ തകർന്നു പോയതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു ഷെൽട്ടറിലേക്ക് അവരെ മാറ്റി താമസിപ്പിച്ചു. നാളെ വരാമെന്നും പറഞ്ഞ് അയാളുടെ നന്ദി വാക്കുകൾക്ക് ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി അടുത്ത ഡ്യൂട്ടിക്കായി ഞങ്ങൾ പുറപ്പെട്ടു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.